പ്രതാപന് നമ്മളോട് ശത്രുത കൂടിയിട്ടുണ്ട്. കാരണം അവൻ എത്രത്തോളം മനസ്സ് നൊന്താ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയത്. അവനെ മാത്രമല്ല, അവൻ്റെ മുമ്പിൽ വെച്ച് അവൻ്റെ അമ്മയും തല്ലി. ആ വൈരാഗ്യം എന്തായാലും അവന് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. എടാ, നമുക്കൊരു കേസ് ഫയൽ ചെയ്താലോ? ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പോലീസുകാർ തല്ലുന്നതിനേക്കാൾ നല്ല തല്ല ഞാൻ അവന് കൊടുത്തത്. എന്ന് മാത്രമല്ല, എൻ്റെ കുഞ്ഞിനും മഹിക്കും ഒരു കുഴപ്പമില്ല. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. ശരിക്കും നമ്മളൊക്കെ സൂക്ഷിച്ചേ പറ്റൂ. വീട് മാറി നിന്നിട്ടും പ്രയോജനമൊന്നും കിട്ടിയില്ല. ഏയ്, ഇതുവരെ പ്രയോജനം ഉണ്ടായി. ഇവിടെ ചെറിയൊരു പിഴവ് സംഭവിച്ചു. എല്ലാം നടന്ന ശേഷം അതിരാവിലെ ഉണ്ണി എൻ്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞത്. അവൻ തലേ ദിവസം രാത്രി തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനൊരു അത്യാഹിതം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോ ഞാൻ കൊടുത്തത് സാമ്പിൾ വെടിക്കെട്ടാ. ഇനി മാർക്കോയി അവനെ വെറുതെ വിടുമെന്ന് തോന്നില്ല. എപ്പോഴെങ്കിലും കൈ കിട്ടുമ്പോൾ ബാക്കി കൊടുത്തോളും. എന്തായാലും ഇപ്പൊ എല്ലും നുറുങ്ങിപ്പോകുന്ന വേദനയുണ്ടാവും ആ ദുഷ്ടന്. തലനാരഴിക്കാൻ കുഞ്ഞു പോകാതിരുന്നത്. ഇക്കണക്കിന് മഹിയുടെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു കാരണവശാലും പിന്നെ ആ കുഞ്ഞ് ജനിക്കാൻ ഈ അസുര ജന്മങ്ങളൊന്നും സമ്മതിക്കില്ല. ഇതിനിടയ്ക്ക് മേഘൻ കോമയിലായത് എന്തുകൊണ്ട് നന്നായി. ഇനി ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാൻ പോണം. അവനുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും ശ്രദ്ധിക്കണം. അവന് സംസാരിക്കാനോ അവന്റെ കൈകാലുകൾ ചലിപ്പിക്കാനോ അവന് കഴിഞ്ഞാൽ മറ്റുള്ളവർ സത്യം മനസ്സിലാക്കും. മഹിയുടെ ഡെലിവറി കഴിയുന്നതുവരെ ഇതിങ്ങനെ തന്നെ പോകുന്നത് നല്ലത്. മക്കളെ, ഇതങ്ങോട്ട് കുടിച്ചേ. എന്താ ഇതേ വെറും ചായയല്ല, മസാല ചായയാ. കുരുമുളകും ചുക്കും ഏലക്കായും എല്ലാം പൊടിച്ചു ചേർത്തിട്ടുണ്ട്. മക്കൾ എണീറ്റേ. ഇനി ഇത് കുടിച്ചെന്ന് കരുതി ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇതങ്ങോട്ട് കുടിക്കും മോനെ. എഴുന്നേക്ക്, പതുക്കെ. നീ മേടിച്ചോ? ഇല്ല, വിലങ്ങില്ല. ഇത് പിടിച്ച മോളെ. പതുക്കെ മക്കള്, പതുക്കെ എഴുന്നേക്കണേ. ശരി, പതുക്കെ. അയ്യോ, ഇതങ്ങോട്ട് ശരിക്കും ഇറങ്ങുന്നില്ല അമ്മേ. ഇടയ്ക്ക് എവിടേക്കോ തടസ്സമുണ്ട്. പുറമേ പരിക്കൊന്നുമില്ലെങ്കിലും ശ്വാസകോശത്തിന് കേടുപറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ അവൻ തല്ലിയ സമയത്തെ കൊങ്ങി കയറി ഒരു പിടി പിടിച്ചായിരുന്നു. അതിന്റെ ഒരു തൊണ്ടവേദനയുണ്ട്. നിനക്ക് തല്ല് കൊള്ളാത്ത ഒരു സ്ഥലം പറയാവോ? അങ്ങനൊരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ അമ്മേ. അമ്മേ, നമുക്ക് ആ തോമസ് വൈദ്യന്റെ അടുത്തോട്ടൊന്ന് പോയാലോ? അച്ഛൻ എന്താ വട്ടുണ്ടോ? നേരത്തെ അവിടെ പോയിട്ടല്ലേ പ്രേതത്തെ കണ്ടെന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നത്? അത് പ്രേതമൊന്നും അല്ലായിരുന്നല്ലോ മോളെ. പ്രേതമായിട്ട് ഒരുത്തി അഭിനയിച്ചല്ലായിരുന്നോ? ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിയതുകൊണ്ടിപ്പോ തോമസ് വൈദ്യൻ കണ്ണന്റെ സൈഡാ. എന്നിട്ട് പിന്നെ തോമസ് വൈദ്യന്റെ വീട്ടിലോട്ടാണല്ലോ അവളെ ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെയാ മോളെ. അങ്ങേർക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ ചികിത്സിക്കാൻ ചെന്ന് കഴിഞ്ഞാ ആ ദേഷ്യം ഒന്നും കാണിക്കത്തില്ല. അതെ, ഇന്നിപ്പോ ആ വാമേട്ടനൊക്കെ എഴുന്നേറ്റ് കിടക്കുന്നത് അയാളുടെ കൈപ്പുണ്യം കൊണ്ടാ. അതെ. അതുമാത്രോ, കണ്ണന്റെ 2 കാൽപാദങ്ങളും ചലിച്ചു തുടങ്ങിയില്ലേ? അതൊക്കെ അവിടെ പോയതിനു ശേഷമല്ലേ? പിന്നെ ഞാൻ അങ്ങോട്ട് പോണെന്ന് പറയാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്തായാലും ലക്ഷ്മിയുടെ കുഞ്ഞു പോയി കാണും. പക്ഷേ അത് പോയെന്ന് നമുക്കൊന്ന് തീർച്ചപ്പെടുത്തണം. അതിന് അവിടെ പോയാലേ പറ്റൂ. അത് ശരിയാ മോളെ. അവളുടെ കുഞ്ഞ് ആവിയായി പോയോന്നറിയാനേ എനിക്കും താല്പര്യമുണ്ട്. പിന്നെ ഇവനെ വേറെ ഏതെങ്കിലും ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നതിലും നല്ലത് ഇപ്പോ അതുപോലൊരു വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ്.